വെള്ളാർമല GVHSSന് സമീപത്തുനിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നു. കൂടുതൽ വിവരങ്ങൾ സരീഷ് നൽകും. സരീഷ്, എപ്പോഴാണ് മൃതദേഹം കണ്ടെടുത്തത്? ഒരു പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയതെന്നാണ് വിവരങ്ങൾ വരുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അല്പസമയം മുൻപാണ് ഈ മണ്ണ് നീക്കിയുള്ള പരിശോധനയിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നത്. ഈ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ മേഖലയിൽ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ കൂടുതൽ വാഹനങ്ങൾ എത്തിച്ച് അല്ലെങ്കിൽ ഉപകരണങ്ങൾ എത്തിച്ചുള്ള പരിശോധന നടത്തിയിരുന്നില്ല. ഈ GVHSS വെള്ളാൽ മലയ്ക്ക് സമീപത്തു നിന്ന് ഈ മരങ്ങൾ ഉൾപ്പെടെ നീക്കിയുള്ള പരിശോധനയിലാണ് ഒരു പുരുഷൻ്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ആരാണ് എന്ന കാര്യത്തിൽ നിലവിൽ സ്ഥിരീകരണമില്ല. പ്രദേശവാസികൾ ഉൾപ്പെടുത്തി നടത്തിയ തിരച്ചിലാണ് ഈ സ്കൂളിൻ്റെ പിൻവശത്ത് നിന്നും ഇതിന് തൊട്ട് സമീപത്താണ്, അതായത് ഈ പുതുതായി സൈന്യം നിർമ്മിച്ച മലയ്ക്ക് സമീപത്താണ് ഇത്തരത്തിൽ പരിശോധന നടന്നു വന്നിരുന്നത്. ആ സ്കൂളിന് പിന്നിൽ നിന്നാണ് മരക്കൂട്ടത്തിനിടയിലാണ് ഈ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പരിശോധന നടത്തുകയും മാനുഷികമായി പരിശോധനയൊക്കെ നടത്തുന്നു. പക്ഷേ അന്നൊന്നും ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ JCB ഉൾപ്പെടെ എത്തിച്ച് അവിടെ മരം നീക്കിയുള്ള പരിശോധന അല്പസമയം മുൻപാണ് ആരംഭിച്ചത്. ആ വലിയ മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ ആ മരം നീക്കിയുള്ള പരിശോധനയ്ക്കിടയിലാണ് ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മേഖലയിലേക്ക് എത്തിച്ച കൂടുതൽ തിരച്ചിലുകൾ നടത്തണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ഇവിടെ ക്യാമ്പ് ഓഫീസർമാർ നൽകുന്നത്. കാരണം അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആദ്യഘട്ടത്തിൽ ഒരു സംശയമുണ്ടായിരുന്നത് സ്കൂളിന് പിൻവശമാണ്, സ്കൂളിന് സമീപമാണ്. അതുകൊണ്ട് തന്നെ രാത്രി സമയങ്ങളിൽ സ്കൂളിന് സമീപത്ത് കൂടുതൽ ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നായിരുന്നു പ്രാഥമിക നിഗമനം. പക്ഷേ ഈ പലരും ഈ അപകടം ഭയന്ന് ഈ സ്കൂളിന് സമീപത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു. പലരും ശബ്ദം കേട്ട് സ്കൂളിലേക്ക്, അതായത് കരയോട് ചേർന്നുള്ളതാണ് സ്കൂള്, ആ സ്കൂളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. അതിൻ്റെ ഭാഗമായി ഇത്തരം മേഖലയിൽ കൂടുതൽ തിരച്ചിൽ നടത്തണം എന്നൊരാവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ മരം മാറ്റിയുള്ള പരിശോധന ഇപ്പോൾ നടത്തുന്നത്. ഇനിയും കൂടുതൽ ആളുകളെ കണ്ടെത്താൻ ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലിൽ സാധിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ എത്രത്തോളം തിരച്ചിൽ, അതായത് ഈ പുഴ കടന്ന് വേണം ഈ മേഖലയിലേക്ക് എത്തിക്കാൻ. നമ്മൾക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ പുഴയിലൂടെ, അതായത് പുഴയിൽ മണ്ണ് നീങ്ങുന്ന ആ സ്ഥലത്തൂടെയാണ് ഇപ്പോൾ ഇറ്റാച്ചി ഉൾപ്പെടെയുള്ളവ അങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ ഇറ്റാച്ചി എത്തിച്ച ശേഷം വേണം കൂടുതൽ പരിശോധന നടത്താൻ. ഒരുപക്ഷെ ഈ മലമുകളിൽ നിന്നും ആളുകൾ വീടുകളിൽ ഉൾപ്പെടെ കൂട്ടത്തോടെ ഈ താഴേക്ക് എത്തിയിട്ടുണ്ടോ, ഈ മലവെള്ളപ്പാച്ചിലിൽ കൂട്ടത്തോടെ താഴേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ കണ്ടെത്താനുള്ള തിരച്ചിൽ കൂടിയാണ് ഇപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ച് നടത്തുന്നത്. NDRFൻ്റെയും ഒപ്പം തന്നെ സൈന്യത്തിൻ്റെയും ആളുകളാണ് ഇപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ പരിശോധനകൾ ശക്തമാക്കും, കൂടുതൽ ഇറ്റാച്ചികൾ അവിടത്തേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ നിലവിൽ മരം ഉള്ളത് ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ മരം മുറിക്കാനുള്ള ഫയർഫോഴ്സിൻ്റെ ടീമിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം മരത്തിൻ്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റി അവിടെ നിന്നും തടി ഉൾപ്പെടെ നീക്കം ചെയ്താൽ മാത്രമേ കൂടുതൽ ആഴത്തിലുള്ള പരിശോധന നടത്താനാവുകയുള്ളൂ. ആ മണ്ണ് നീക്കിയും ഒപ്പം തന്നെ സ്ലാബ് ഉൾപ്പെടെയുള്ളവ ഈ മേഖലയിൽ പതിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ലാബ് ഉൾപ്പെടെയുള്ളവ മാറ്റി താഴെത്തട്ടിലുള്ള പരിശോധന നടത്തണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ഇറ്റാച്ചികൾ ആ മേഖലയിലേക്ക് എത്തിച്ചിട്ടുള്ളതും. അതോടൊപ്പം തന്നെ ഈ മേഖലയോടനുബന്ധിച്ചുള്ള വീടുകളിലെ ആളുകളെ ഇപ്പോഴും കാണാതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും കണ്ടുകിട്ടിയിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ളവർ ഈ ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും രീതിയിൽ ഈ മരത്തിനടിയിലോ മറ്റോ കുടുങ്ങിക്കിടക്കുന്നതായുള്ള സംശയവും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ നടത്തണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ റെസ്ക്യൂ ടീം നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൂടുതൽ NDRFും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ കട്ടർ ഉൾപ്പെടെയുള്ളവ ഈ ഫയർഫോഴ്സ് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തതായി ഈ മരം മുറിച്ചു മാറ്റി, അല്ലെങ്കിൽ മരത്തിൻ്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റിയ ശേഷമുള്ള പരിശോധനയായിരിക്കും നടക്കുക എന്നുള്ളതാണ്. കൂടുതൽ രക്ഷാപ്രവർത്തകരെയും, അതായത് സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയും ആ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്.
എത്തിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഈ കട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തണമെങ്കിൽ കൂടുതൽ ആൾബലം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളെയും ആ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും ഇപ്പോഴും നടക്കുകയാണ്. ഈ പുഴയ്ക്ക് സമീപത്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയ്ക്ക് സമീപത്ത് നിരവധി വീടുകളും കെട്ടിടങ്ങളുമുണ്ട്. ആ കെട്ടിടങ്ങളിൽ പലരും, അതായത് നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചപ്പോൾ ഈ സ്കൂളുകളിലും ഈ സമീപത്ത് സന്നദ്ധ സംഘടനകളുടെ കെട്ടിടങ്ങളിലുമൊക്കെയാണ് അവർ ആശ്രയിച്ചിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മേഖലകളിൽ കൂടുതൽ ആളുകൾ ചിലപ്പോൾ രാത്രി കാലങ്ങളിൽ എത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം കൂടി ഉണ്ട്. നമ്മൾ സന്നദ്ധ പ്രവർത്തകരുമായി, ഈ മേഖലയിലെ സന്നദ്ധ പ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ചിലപ്പോൾ അത്തരത്തിലുള്ളൊരു സാധ്യത ഉണ്ട്. കാരണം ഏതെങ്കിലും രീതിയിൽ മുകളിൽ ഉരുൾപൊട്ടലുണ്ട്, അല്ലെങ്കിൽ മണ്ണ് കൂടുതലായി താഴേക്ക് വരുന്നുണ്ട് എന്ന് ഏതെങ്കിലും രീതിയിൽ കൂടുതൽ ആളുകൾ പറഞ്ഞാൽ ഇവിടത്തേക്ക് എത്താനും അവർ ഈ ക്യാമ്പിൽ അല്ലെങ്കിൽ ഈ സ്കൂളുകളിലൊക്കെ ക്യാമ്പ് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട്. അത് പ്രാദേശികമായുള്ള ജില്ലാ ഭരണകൂടങ്ങളിൽ ജില്ലാ പഞ്ചായത്തോ വാർഡ് മെമ്പറോ പോലും അറിയാതെ ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള സ്ഥലത്ത് പരിശോധന നടത്തണം എന്നുകൂടിയൊരു നിർദ്ദേശമുണ്ട്. ഇപ്പോൾ JCB ഉൾപ്പെടെ എത്തിച്ച് ഈ എവിടെയാണോ ഈ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് അവിടെ തന്നെ കൂടുതൽ പരിശോധന നടത്താനുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒഴുക്ക് നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ. കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ വലിയ രീതിയിലുള്ള ഒഴുക്ക് ഈ മേഖല കേന്ദ്രീകരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ഭാഗ്യകരമായി പറയേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാധ്യതയുള്ളത് കൊണ്ട് ഈ മേഖലയിലേക്ക് വെള്ളം കയറുന്നത് ആദ്യം നിർത്തിയ ശേഷം, അതായത് JCB ഉപയോഗിച്ച് ഒരു കൈവരി നിർമ്മിക്കുക, മണ്ണിട്ട് ഈ മേഖലയിൽ രക്ഷാപ്രവർത്തനം എവിടെയാണോ നടക്കുന്നത് അവിടെ താൽക്കാലികമായി മണ്ണിട്ട് ഉയർത്തി ഈ മേഖലയിലേക്ക് മണ്ണ് നീക്കുന്ന സ്ലാബ് മാറ്റുന്ന സ്ഥലത്ത് ഈ വെള്ളം കയറുന്നത് തടഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും അവിടെ കൂടുതൽ ശക്തമായ പരിശോധന നടക്കുന്നതോടെ ഒരുപക്ഷെ കൂടുതൽ ആളുകളെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. സമാന്തരമായി പുഴയുടെ മറ്റൊരു വശത്തുകൂടി പരിശോധന നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തോട്ടം കേന്ദ്രീകരിച്ചും പരിശോധന നടത്താനുള്ള തീരുമാനമുണ്ട്. അവിടെ സന്നദ്ധ പ്രവർത്തകരാണ്, നേവിയോ അല്ലെങ്കിൽ NDRF അല്ല, ഈ രക്ഷാപ്രവർത്തനത്തിനും എത്തിയ സന്നദ്ധ പ്രവർത്തകരാണ് ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച്, അതായത് ഈ തേയില തോട്ടങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുന്നത്. കാരണം ഈ പ്രദേശവാസികൾ പറയുന്നത് ഈ മലവെള്ളപ്പാച്ചിലിനിടയിൽ ഈ ഒഴുകി വന്ന വെള്ളം ഈ തേയിലക്ക് അല്ലെങ്കിൽ തേയില പ്ലാന്റിനുള്ളിലൂടെയൊക്കെ കടന്നു പോയിരുന്നു. അപ്പോൾ അങ്ങനെ മുകളിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ ആളുകൾ ഒഴുകി വരുന്നുണ്ടെങ്കിൽ ഈ കൊമ്പുകൾക്കിടയിലോ അല്ലെങ്കിൽ തേയിലകൾക്കിടയിലോ പ്ലാന്റിനിടയിലോ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ളൊരു പരിശോധന കൂടി നടത്തണം എന്ന് നാട്ടുകാരുടെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തേയില തോട്ടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തുന്നത്. എന്തായാലും ഈ മഴ ചെറുതായി ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ചാറ്റൽ മഴ ഉണ്ടെങ്കിൽ പോലും രക്ഷാപ്രവർത്തനം വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. അതിൻ്റെ ഭാഗമായി കൂടുതൽ ഉദ്യോഗസ്ഥരെയും കൂടുതൽ സന്നദ്ധ പ്രവർത്തകരെയും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ വലിയൊരു സംഘം തന്നെ ഇപ്പോൾ ചൂരൽമലയിലേക്കും ഒപ്പം തന്നെ മറ്റ് അനുബന്ധ മേഖലകളിലേക്കുമൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ ആളുകളെ കണ്ടെത്താനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ടീമുകളുടെ അംഗബലം വർദ്ധിക്കുകയാണ്. 40 ടീമുകളിൽ നാവികസേനയുടെയും NDRFിൻ്റെയും ഒക്കെ ഉദ്യോഗസ്ഥർക്ക് പുറമെ അല്ലെങ്കിൽ സേനാംഗങ്ങൾക്ക് പുറമെ സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, മുൻപ് പ്രളയമുണ്ടായപ്പോഴും അല്ലെങ്കിൽ മുമ്പ് ഈ സമാനമായ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായപ്പോഴെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് കേരളത്തിൻ്റെ ജനത ഒറ്റക്കെട്ടായി അതിനെ നേരിടുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് തന്നെ ഇവിടെയും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം ഈ NDRFിൻ്റെയും സൈന്യത്തിൻ്റെയും ഒക്കെ ആൾബലത്തിൻ്റെ എത്രയോ ഇരട്ടിയിലധികം ആളുകൾ ഇവിടേക്ക് എത്തുകയും ആ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറ്റാച്ചി ഉൾപ്പെടെ എത്തിച്ച് ആ പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇപ്പോൾ നടത്തുകയാണ്. പുഴയുടെ സമീപത്തെ മണ്ണ് നീക്കിയുള്ള പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ നേരത്തെ മൃതദേഹം ലഭിച്ചതിന് തൊട്ട് സമീപത്തായുള്ള പരിശോധനയാണ്. തീർച്ചയായും സരീഷ്, കൂടുതൽ വിശദാംശങ്ങൾ അറിയാനായി വീണ്ടും ബന്ധപ്പെടാം. എന്താണെങ്കിലും പ്രകൃതി അനുകൂലമായി തന്നെ നിൽക്കട്ടെ. സാമാന്യമായ മനസാന്നിധ്യത്തോടു കൂടി ഉള്ള ഈ പ്രവർത്തനങ്ങളിൽ പ്രകൃതി അനുകൂലമായാൽ നമുക്ക് ഇന്നും വിജയകരമായി ദൗത്യം മുന്നോട്ടേക്ക് പോകാൻ കഴിയും.